ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ കണ്ടീഷണൽ പ്രോബിലിറ്റി എന്നുള്ളൊരു ചാപ്റ്ററാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 കോൺസെപ്റ്റ്സ് ആണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത്. ആദ്യമുള്ളത് നമ്മളെ കണ്ടീഷണൽ പ്രോബിലിറ്റി എ ഗിവൺ ബി ആൻഡ് ബി ഗിവൺ എ. ഇവിടെ നമ്മൾ ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. അതായത് ഇവിടെ പറയുന്ന സംഭവം ഇത്രയേ ഉള്ളൂ, ഒരു ഗിവൺ കണ്ടീഷൻ, ഒരു കണ്ടീഷൻ ആദ്യം നമുക്ക് തരികയാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം നടക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ബി ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എ കിട്ടാനുള്ള ചാൻസ് എന്താണ്? ഇതാണ് നമ്മളുടെ കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ ബേസിക്കലി ചോദിക്കുന്ന കാര്യം. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻസ്, ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ആയിട്ട് വരുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി എന്നായിരിക്കും. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ആയിട്ട് വരുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ ആയിരിക്കും. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ന്യൂമറേറ്റേഴ്സ് രണ്ടും എന്താണ്? സെയിം ആയിട്ടാണ് വരുന്നത്. ആകെ എന്താ വ്യത്യാസം വരുന്നത്? ഡിനോമിനേറ്റേഴ്സ് ആണ്. അപ്പോൾ എന്താണ് ഗിവൺ കണ്ടീഷൻ എന്ന് നോക്കാം. ഇവിടെ ഗിവൺ കണ്ടീഷൻ എന്താ? ബി ഓൾറെഡി നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ പ്രോബബിലിറ്റി ഓഫ് ബി ആണ് വരുന്നുണ്ടായിരിക്കുക. എ എന്താണ്? ഇവിടെ ഗിവൺ കണ്ടീഷനാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എ ആയിരിക്കും എന്ത് താഴെ വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും ആലോചിച്ച് വെച്ചാൽ തന്നെ ഈ രണ്ട് ഇക്വേഷൻ ഉണ്ടെങ്കിൽ തന്നെ കാര്യങ്ങൾ സെറ്റാണ്. ആൻഡ് ഇവിടെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ് തന്നിട്ടുള്ളത്, ഇന്റർസെക്ഷൻ തന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഇക്വേഷൻ അറിയാം. ഇക്വേഷൻ നമ്മൾ പ്രോബബിലിറ്റിയിൽ പഠിക്കുന്നുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇത് ഓൾറെഡി എ ഇന്റർസെക്ഷൻ ബി അഥവാ എന്ന് പറഞ്ഞാൽ എ ആൻഡ് ബി ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി ചെയ്യേണ്ടത് ഈ രണ്ടാൾക്കാർ ഒന്ന് സ്ഥലം മാറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഒന്ന് ഈ ഒരു ഇക്വേഷന് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കോ, പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി നമുക്ക് കിട്ടും. പ്രോബബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട് 2/3 ആണ് തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് ബി തന്നിട്ടുണ്ട് 1/2 ആണ് തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2/3 പ്ലസ് 1/2 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ, അഥവാ എ ഓർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 11/12 ആണ്. സോ 11/12 രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4 + 3/6 മൈനസ് 11/12 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയാണ് 7/6 മൈനസ് 11/12. ഇനി LCM എടുക്കുകയാണെങ്കിൽ, അതായത് ഒന്നും ചെയ്യുന്നില്ല, ഇതിനൊരു 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്താണ്? ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 7 2s are 14 മൈനസ് 11/12. ഇനി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോവാം. സോ 14 മൈനസ് 11 ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും. അപ്പോൾ 3/12 ദാറ്റ് ഈസ് 1/4 ആണ് എന്ത്? നമ്മളെ പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി അഥവാ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ഈക്വേഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? 1/4 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 അഥവാ 2/4 1/2 0.5 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബിയിലേക്ക് നോക്കിയാലോ. പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1/4 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 1/4 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? 2/3 ആണ് വരുന്നത്. സോ ഡിവൈഡഡ് ബൈ 2/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു 3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/8 എന്നായിരിക്കും എന്ത്? പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഫസ്റ്റ് കോൺസെപ്റ്റ്, എ ഗിവൺ ബി ബി ഗിവൺ എ, അതായത് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ആൾ. ഇനി നെക്സ്റ്റ് ഇൻഡിപെൻഡൻസ് ഓഫ് ഇവൻറ്റ്സ്. അപ്പോൾ രണ്ട് ഇവൻറ്റ്സ് എ ആൻഡ് ബി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കേസ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എ ഇൻടു പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും. ഇതാണ് നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ. അത് വെച്ചിട്ട് എക്സാമിന് മറ്റൊരു ചോദ്യം കൂടെ വരാറുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് ബി കാണാനാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം? സോ ഇവിടെ ഇക്വേഷൻ അറിയാം. പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻടു പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി തന്നിട്ടുണ്ട് 0.6 തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട് 0.8 ആണ് തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ബി തന്നെ കൊടുക്കാം. സോ പ്രോബബിലിറ്റി ഓഫ് ബി ഈസ് ഈക്വൽ ടു എന്താ ചെയ്യുന്നത്? ഈ 0.8നെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ എന്ത് വരും? 0.6
divided by 0.8 that is equal to 0.75 എന്നാണ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കാം. സോ പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് 0.75. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആ ഒരു ഇക്വേഷൻ കൂടെ നോക്കി വെച്ചോളാം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വരാറുണ്ട്. അതേപോലെ തന്നെ ഇത്തരത്തിൽ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനും അതിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. ഈസി ആയിട്ട് തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ പഠിക്കുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് ടോട്ടൽ പ്രോബബിലിറ്റി തിയറാണ്. ഏതാണ്? ടോട്ടൽ പ്രോബബിലിറ്റി തിയറം. ടോട്ടൽ പ്രോബബിലിറ്റി തിയറം. സോ അതിൻ്റെയും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. അവിടെ 3 കോഫി മെഷീൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? A, B, C. അപ്പം 3 കോഫി മെഷീൻസ് ഉണ്ട്. നമുക്ക് ഒരു A എന്നുള്ള മെഷീൻ ഉണ്ട്, B എന്നുള്ള മെഷീൻ ഉണ്ട്, C എന്നുള്ള മെഷീൻ ഉണ്ട്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? A എന്നുള്ള കോഫി മെഷീൻ 25% കോഫിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ആ കടയിലേക്കുള്ളതിൽ 25% ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? A. അതേപോലെ 35% ആരാ ഉണ്ടാക്കുന്നത്? B. 40% ഉണ്ടാക്കുന്ന ആരാണ്? C. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താ? ഈ കോഫി മെഷീനിൽ നിന്ന് എയിൽ നിന്ന് ഒരു മോശം കാപ്പി കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 3%. ബിയിൽ നിന്നാണെങ്കിലോ 2%, സിയിൽ നിന്നാണെങ്കിൽ 5%. അങ്ങനെ ആകുമ്പം ഈ A, B, സിയിൽ നിന്ന് ചെറുതായിട്ട് എന്താണ് മോശം കാപ്പി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. 3 ആളുടെയിലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കസ്റ്റമർക്ക് മോശം കാപ്പി കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? ഒരു പക്ഷെ അത് എയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ബിയിൽ നിന്നായിരിക്കാം, സിയിൽ നിന്നായിരിക്കാം. ടോട്ടൽ പ്രോബിലിറ്റി ആണ് നമുക്ക് അറിയേണ്ടത്. ടോട്ടലായിട്ട് ഒരു മോശം കാപ്പി കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? സോ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. What is the probability that the coffee supply to our customer is defective? അപ്പോൾ മോശം കാപ്പി കിട്ടാനുള്ള ചാൻസ് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ പ്രോബബിലിറ്റി തിയറമാണ്. അവിടെ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഡി എന്നുള്ളതിനെ ഡിഫക്റ്റീവ് ആയിട്ട് എടുക്കുകയാണ്. ഡിഫക്റ്റീവ് എന്ന് പറയുന്നതിനെ ഞാൻ ഡി ആയിട്ട് എടുക്കുന്നു. ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഡി ആയിട്ട് എടുക്കുന്നു. നമ്മൾ എന്താ കണ്ടത്? ടോട്ടൽ ഡിഫക്റ്റീവ് ആണ് അല്ലേ? ടോട്ടൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഐറ്റമാണ്. സോ പ്രോബബിലിറ്റി ഓഫ് ഡി ആണ് നമ്മൾ കണ്ടത്. ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഡി ഗിവൺ എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഡി ഗിവൺ ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സി ഡി ഗിവൺ സി. സംഭവം എന്താ? ആദ്യത്തെ മെഷീനിൽ നിന്ന് മോശം കാപ്പി കിട്ടാനുള്ള ചാൻസ്, രണ്ടാമത്തെ മെഷീനിൽ നിന്ന് മോശം കാപ്പി കിട്ടാനുള്ള ചാൻസ്, മൂന്നാമത്തെ മെഷീനിൽ നിന്ന് മോശം കാപ്പി കിട്ടാനുള്ള ചാൻസ്. ഇപ്പം എന്തായി? ടോട്ടൽ എല്ലാത്തിലും കൂടെ ടോട്ടൽ ആയിട്ടുള്ളൊരു ചാൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ തന്നിട്ടുണ്ട് 25% ആണെന്നാണ് തന്നിരിക്കുന്നത്. 25% ആണ്. അതെന്താണ്? 0.25 ആയിരിക്കും. ഇനി പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 35% ആണ്. അപ്പോൾ എന്താണ്? 0.35 ആയിരിക്കും. ഇനി സി ആണെങ്കിലോ പ്രോബബിലിറ്റി ഓഫ് സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40% ആണ്. അതെന്താണ്? 0.4 ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ആദ്യത്തെ മെഷീനിൽ നിന്ന് എ എന്നുള്ള മെഷീനിൽ നിന്ന് മോശം കാപ്പി കിട്ടാനുള്ള ചാൻസ്, എ എന്ന മെഷീനിൽ നിന്ന് മോശം കാപ്പി കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 3% ആണ്. അപ്പോൾ എത്രയാണ്? 0.03 ആണ്. ഇനി ബി എന്നുള്ള കോഫി മെഷീനിൽ നിന്ന് മോശം കാപ്പി ഡിഫക്റ്റീവ് ആയിട്ടുള്ള കോഫി കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 2% ആണ്. ദാറ്റ് ഇസ് 0.02. ഇനി സിയിൽ നിന്നാണെങ്കിലോ D/C, അതായത് സി എന്നുള്ള മെഷീനാണ്. അങ്ങനെയാണെങ്കിൽ ഡി ഡിഫക്റ്റീവ് ആയിട്ടുള്ള കോഫി കിട്ടാനുള്ള ചാൻസ്, സിയിൽ നിന്ന് ഡിഫക്റ്റീവ് കിട്ടാനുള്ള ചാൻസ് 5% ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 0.05. എല്ലാവരും കിട്ടിയിട്ടുണ്ട്. നേരെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. സോ ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ 0.25 ഇൻറ്റു ചെയ്യുന്നെന്താ? ഈ ഓരോ ആൾക്കാരും മൾട്ടിപ്ലൈ ചെയ്യാൻ വെച്ചാൽ എന്താ ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ സംഭവം. 0.25 ഇൻറ്റു 0.03 0.03 പ്ലസ് 0.35 ഇൻറ്റു 0.02 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സി എന്ന് പറഞ്ഞാൽ 0.4 ഇൻറ്റു 0.05. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആൻസർ ആയിട്ട് വരുന്നത് 0.0345 ആണ്. അതായത് ഒരു കസ്റ്റമർക്ക് മോശം കാപ്പി കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് ആയിട്ടുള്ള കോഫി കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 0.0345 ആണ്. ഇത്രയേ ഉള്ളൂ സംഭവം. ടെക്സ്റ്റിൽ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് A1 ഇൻറ്റു probability of A given A1 plus probability of A2 into probability of A given A2 plus probability of A3 into probability of A given A3.
സോ ഈ ഒരു കേസിൽ ഈ ഒരു ഇക്വേഷനിലേക്ക് എന്തെടുത്താൽ മതി? ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫക്റ്റീവ് എന്ന് പറയുന്നത് എ ആയിട്ടും, എ എന്നതിനെ A1 ആയിട്ടും, ബി എന്നതിനെ A2 ആയിട്ടും, സി എന്നതിനെ A3 ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്കിതാ ഈ ഇക്വേഷനാണ് സംഭവം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ A1ന്റെ സ്ഥാനത്ത് എന്താ എ എടുത്തു, A2ന്റെ സ്ഥാനത്ത് എന്താ ബി എന്ന് എടുത്തു, A3ന്റെ സ്ഥാനത്ത് എന്താ സി എന്ന് എടുത്തു. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് അതിനനുസരിച്ച് ഒന്നെങ്കിൽ നമുക്ക് A1 A2 എന്നുള്ള രീതിയിൽ തന്നെ എഴുതാം, അല്ലെങ്കിൽ ഇപ്പോൾ ഡിഫക്റ്റീവ് ABC എന്നുള്ള നിലയാണെങ്കിൽ അങ്ങനെ എഴുതാം. വിഷയമുള്ള കാര്യങ്ങളൊന്നുമല്ല. സോ ടോട്ടൽ പ്രോബിലിറ്റി തിയറത്തിൻ്റെ കോൺസെപ്റ്റ് ഇതാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പഠിക്കുന്ന കോൺസെപ്റ്റ് നമ്മൾ ബേസ് തിയറമാണ്. ബേസ് തിയറം. ബേസ് തിയറം എന്ന് പറയുന്നത് ഇൻവേഴ്സ് പ്രോബബിലിറ്റി ആണ്. നേരെ തിരിച്ച്. ഇപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? നേരത്തെ ക്വസ്റ്റ്യനിലാണെങ്കിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള കോഫി കിട്ടാനുള്ള ചാൻസ് എന്താണ് എന്നാണ് ചോദിച്ചത്. ഇനി നമ്മളോട് പറയുകയാണ് ഡിഫക്റ്റീവ് കോഫിയാണ് കസ്റ്റമർക്ക് കിട്ടിയത്, അത് എയിൽ നിന്നാവാനുള്ള ചാൻസ് എന്താണ്? സോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, നേരെ തിരിച്ചുള്ള രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ അതിനെയാണ് ബേസ് തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഒരു ഏൺ 1 ഉണ്ട്, ഏൺ 2 ഉണ്ട്. അപ്പോൾ 2 ഏൺസ് ഉണ്ട്, ഏൺ 1 ഉണ്ട്, അതേപോലെ തന്നെ ഏൺ 2 ഉണ്ട്. ആദ്യത്തെ ഏണിൽ നോക്കുകയാണെങ്കിൽ 4 വൈറ്റും 6 ബ്ലാക്ക് ബോൾസും ഉണ്ട്. 4 വൈറ്റ് ബോൾസ് ഉണ്ട് ആൻഡ് 6 ബ്ലാക്ക് ബോൾസ് ഉണ്ട്. ഇനി അടുത്ത ഏണിൽ നോക്കുകയാണെങ്കിൽ 4 വൈറ്റ് ബോൾസ് ഉണ്ട് ആൻഡ് 3 ബ്ലാക്ക് ബോൾസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട്? 10 ബോൾസ് ഉണ്ട്. 10 ബോൾസ് ഉണ്ട് ഇവിടെ. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിലോ 7 ബോൾസ് ആണുള്ളത്. 7 ബോൾസ് ഉണ്ട്. ആൻഡ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1 ബോൾ ഇസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം 1 ഓഫ് ദി ഏൺസ്. ഇപ്പോൾ ഏതോ ഒരെണ്ണത്തിൽ നിന്നും ഒരു ബോൾ എടുത്തിട്ടുണ്ട്, അതെന്താണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ബ്ലാക്ക്. അതെന്താണത്? ബ്ലാക്ക് ആണ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിക്കുന്നത് അത് ആദ്യത്തേതിൽ നിന്നാവാനുള്ള ചാൻസ് എന്താണ്? ഞാൻ കണ്ടും പൂട്ടി ഈ 2 എണ്ണത്തിൽ നിന്ന് ഏതോ ഒരാണിൽ നിന്ന് കൈയിട്ടൊരു ബോൾ എടുത്തു, ആ ബോൾ ബ്ലാക്ക് ആണ് എന്ന് എനിക്ക് കിട്ടി. അത് ആദ്യത്തേതിൽ നിന്നാവാനുള്ള ചാൻസ് എന്താണ്? ആദ്യത്തേതിൽ നിന്നാവാനുള്ള ചാൻസ് എന്താണ്? അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ടേംസ് എഴുതേണ്ടതായിട്ടുണ്ട്. ഇവിടെ എ എന്നുള്ളതിനെ കോമൺ ആയിട്ട് എന്താണ്? ബ്ലാക്ക് ബോൾ കിട്ടുക എന്നുള്ളതാണ്. സോ ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ ആയിരിക്കും നമ്മളുടെ എ എന്ന് പറയുന്നത്. ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ. അങ്ങനെയാണെങ്കിൽ A1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഏണിൽ നിന്നാണ് കിട്ടുന്നത്. സോ ഏൺ 1നെയാണ് നമ്മൾ A1 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ A2 എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ഏണിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? ആ ബ്ലാക്ക് ബോൾ കിട്ടുന്നത് എന്നുള്ള പോലെ. സോ ഒരു ഏൺ കിട്ടാനുള്ള ചാൻസ് 1 ആയാലും 2 ആയാലും എന്താ? ഈക്വൽ ചാൻസ് ആണ്. കണ്ണും പൂട്ടി വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 1 or 2 ഇഷ്ടമുള്ള നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഈക്വൽ ചാൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് A1, ആദ്യത്തെ ഒരു ഏൺ എടുക്കാനുള്ള ചാൻസ് എന്താണ്? 1/2. മറ്റേ ആൾക്ക് എന്താണ്? 1/2. കാരണം അത് 50-50 ചാൻസ് ആണ്, ഈക്വൽ ചാൻസ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഏണിൽ നിന്ന് ഒരു ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള ചാൻസ് എന്താണ്? അപ്പോൾ ആദ്യത്തെ ഏണിൽ നിന്ന് ഒരു ബ്ലാക്ക് ബോൾ, എ എന്താണ്? ബ്ലാക്ക് ബോൾ. ആദ്യത്തെ ഏണാണ് എടുത്തത്, അതിൽ നിന്നൊരു ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള സാധ്യത. ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട്? 10 ബോൾസ്. അതിൽ എത്ര എണ്ണമാണ് ബ്ലാക്ക് വരുന്നത്? 6 എണ്ണമാണ് ബ്ലാക്ക്. ടോട്ടൽ 10 എണ്ണം, അതിൽ 6 എണ്ണം ബ്ലാക്ക് ആണ്. അപ്പോൾ 6/10 ആണ് പ്രോബബിലിറ്റി. ഇനി സെക്കൻഡ് ഏണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള ചാൻസ് എന്തായിരിക്കും? ടോട്ടൽ എത്ര ബോളുകളുണ്ട്? 7 ബോളുകളാണ് ഉള്ളത്. ടോട്ടൽ 7 ബോൾസ് ഉണ്ട്. അതിൽ എത്ര എണ്ണം ബ്ലാക്ക് ആണ്? 3 എണ്ണമാണ് ബ്ലാക്ക് ആയിട്ട് വരുന്നത്. സോ ഇവിടെ 3/7 കിട്ടും. ഇനി എന്താ? നേരെ ഇക്വേഷനിലേക്ക് കൊടുക്കുക. എന്താണ് നമുക്ക് ഇവിടെ ഇക്വേഷൻ ആയിട്ട് വരിക? ഗിവൺ കണ്ടീഷൻ എന്താണ്? ഇവിടെ ബ്ലാക്ക് ബോൾ ആണ് കിട്ടിയത്. എന്താണ് കണ്ടെത്തേണ്ടത്? അത് ആദ്യത്തേതിൽ നിന്നാവാനുള്ള ചാൻസ് എന്താണ്? ഏൺ 1ൽ നിന്നാകാനുള്ള ചാൻസ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് A1 into പ്രോബിലിറ്റി ഓഫ് A given A1 ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് A1 into പ്രോബിലിറ്റി ഓഫ് A given A1 plus probability of A2 into probability of A given A2. So this is equal to probability of A1 എന്ന് പറഞ്ഞാൽ എന്താ? 1/2 ആണ്. A given A1 എന്ന് പറഞ്ഞാലോ 6/10 ആണ്. So 1/2 into 6/10 divided by 1/2 into 6/10 plus ഇവിടെ വരുന്നത് എന്താ? 1/2 into 3/7. 1/2 into 3/7. That is equal to 6/20 whole divided by 6/20 plus 3/14 എന്ന് കിട്ടും. സോ ഇനി ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഫൈനലി നമ്മളുടെ ആൻസർ പ്രോബിലിറ്റി ഓഫ് A1 given A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5833 ആയിരിക്കും.
0.5833 ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരാം. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ലാസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്ത് വരുമ്പം കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് പ്രോബിലിറ്റി ഓഫ് A1 ഗിവൺ A എന്ന് പറയുന്നത് 0.5833 ആണ്. അതായത് കിട്ടിയിരിക്കുന്ന ഒരു ബ്ലാക്ക് ബോൾ ആണ്. അത് ആദ്യത്തേത് നിന്നാവാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5833 ആണ്. സോ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കോൺസെപ്റ്റ്സ്. ഇനിയിപ്പോൾ ബേസ് തിയറത്തിൽ തന്നെ ഇപ്പോൾ 2 പകരം 3 വരികയാണെങ്കിൽ 2 വരാം, 3 വരാം, അതിൽ കൂടുതൽ എത്ര വേണമെങ്കിലും വരാം. യൂഷ്വൽ എക്സാമിന് കണ്ടിരിക്കുന്നത് 2 അല്ലെങ്കിൽ 3 എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഒരാളും കൂടെ വരികയാണെങ്കിൽ ഇവിടെ അത് കൊടുക്കുക, പ്രോബിലിറ്റി ഓഫ് A3 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് A ഗിവൺ A3. അത്രയേ ഉള്ളൂ സംഭവം, വേറെ ഒന്നുമില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, ഒരു 1 2 3 4 ഇത്രയും ഇക്വേഷൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഞാൻ കുറച്ച് കോൺസെപ്റ്റ്സ് മാത്രമേ ഉള്ളൂ, ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ എന്താണ് വീഡിയോസ് വേണ്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക.